നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തലൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികന്റെ ദേഹത്തുകൂടി ടാങ്കർ ലോറി കയറിയിറങ്ങി. യുവാവിന് ദാരുണാന്ത്യം. മറ്റത്തൂർ പഞ്ചായത്തിലെ താളുപ്പാടത്ത് നിർമ്മിച്ച ശ്രീദേവി സ്മാർട്ട് അങ്കണവാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റ് മികച്ച പ്രാദേശിക ചാനലിന് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡ് NCTV ന്യൂസ് ചാനലിന് സമർപ്പിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഞായറാഴ്ച സാധാരണയേക്കാൾ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ പൊടിശല്യത്തിൽ വലയുകയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള വ്യാപാരികൾ. ദേശീയപാതയോരത്തെ സ്ഥാപനങ്ങൾ മുഴുവൻ പൊടി നിറഞ്ഞ അവസ്ഥ. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി കേസുകളിലെ പ്രതി അറസ്റ്റിൽ. കൊടകര പഴമ്പിള്ളി ഇരിങ്ങപ്പിള്ളി വീട്ടിൽ രമേശാണ് അറസ്റ്റിലായത്. ആമ്പല്ലൂരിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്തത് ശരിയായ രീതിയിൽ മൂടാത്തത് യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു. അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. തലൂരിൽ സ്വകാര്യ ബസ്സിൽ ഇടിച്ചു വീണ സ്കൂട്ടർ യാത്രക്കാരൻ ടാങ്കർ ലോറി കയറി മരിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് സ്വദേശി താഴത്തു വീട്ടിൽ അശോകന്റെ മകൻ 29 വയസ്സുള്ള ജഗനാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന സ്കൂട്ടർ ടാങ്കർ ലോറിയെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ബസ്സിലിടിച്ച് റോഡിലേക്ക് വീണ ജഗന്റെ തലയിലൂടെ ടാങ്കർ ലോറി കയറിയിറങ്ങുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആലുവയിൽ എത്തി നിൽക്കുന്ന മെട്രോ റെയിൽ ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിലേക്കും തുടർന്ന് പാലക്കാട് കോയമ്പത്തൂർ വരെയും നീട്ടി അനുവദിച്ചു കിട്ടുന്നതിനുള്ള ശ്രമം താൻ തുടങ്ങിക്കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുൻ MP TN പ്രതാപന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 21 ലക്ഷം രൂപ വിനിയോഗിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലെ താളൂപ്പാടത്ത് നിർമ്മിച്ച ശ്രീദേവി സ്മാർട്ട് അങ്കണവാടി നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. MP ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് അവരുടെ കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിലും ഉദ്ഘാടനം ചെയ്യേണ്ടത് അത് തുടങ്ങിവെച്ചവർ തന്നെയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരാൻ BJP MP-മാരുടെ സഹായത്തോടെ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സത്യത്തിൽ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നതിന് ഞാൻ തീർച്ചയായിട്ടും യോഗ്യനാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ലോക്സഭാ അംഗം നിങ്ങൾ തെരഞ്ഞെടുത്ത ആളെന്ന നിലയ്ക്ക് ആ യോഗ്യത എനിക്കുണ്ട്. പക്ഷെ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ സാങ്കേതികമായ യോഗ്യത മാത്രമേ എനിക്കുള്ളൂ. അത് സാങ്കേതികം മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് തുറന്നു തരാൻ സാധിക്കുന്നത്. പക്ഷെ ആത്മാർത്ഥമായി ചോദിച്ചാൽ ആത്മാർത്ഥമായി മറുപടി പറയും. എനിക്കിതിൽ ചെയ്യുന്നതിൽ TN പ്രതാപൻ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്ന അഭിപ്രായക്കാരനാണ്. അതങ്ങനെ തന്നെയാണ് ആവേണ്ടത്. കാരണം ഇത് 5 വർഷം കാലഘട്ടത്തിൽ ഒരു നിശ്ചയം ഒരു ഒപ്പിലൂടെ വരുന്നതിന് ഒരു കാരണക്കാരനുണ്ടാവും. ഒട്ടേറെ അംഗൻവാടികൾ ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവയെല്ലാം മെച്ചപ്പെടുത്തി സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് കുരുന്നുകളുടെ അവകാശമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഞാനിവിടെ രാജ്യസഭാ MP ആയിരിക്കുന്ന സമയത്തും എൻ്റെ കാലാവധി പൂർത്തിയാക്കി വന്ന സമയത്തും എഴുത്തച്ഛൻ കുടുംബം ദാനമായി തന്ന സ്ഥലത്ത് നിർമ്മിച്ച് 27-37 ലക്ഷത്തിന് ഒരു കമ്മ്യൂണിറ്റി സെന്റർ, ജീറിയാട്രിക്സിന് വേണ്ടി പ്രാമുഖ്യം നൽകുന്ന കമ്മ്യൂണിറ്റി സെന്ററിന് ചേർത്ത് ഒരു അംഗൻവാടി കെട്ടിടം പണിതിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അന്ന് തന്നെ തൃശ്ശൂർ കളക്ടറേറ്റിന് തൊട്ടടുത്തുള്ള ഒരു അംഗൻവാടി ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ കീഴ് നിലയിൽ പ്രവർത്തിക്കുന്നതും വളരെ അസംസ്കൃതമായ രീതിയിൽ കുഞ്ഞുങ്ങൾ അവിടെ കളിക്കാൻ ഇറങ്ങുന്നിടത്ത് പോലും ഇരുമ്പ് കഷ്ണങ്ങളും കുട്ടി കഷ്ണങ്ങളും എല്ലാം കിടക്കുന്ന അന്തരീക്ഷത്തിൽ അവർക്ക് സ്ഥലം കൊടുക്കാൻ
സർക്കാരിനെ സാധിച്ചിട്ടുണ്ട്. കളക്ടർ അത് 4 കളക്ടർമാരെങ്ങാണ്ട് മാറി വന്നു. അനുപമ ഇരിക്കുന്ന സമയത്താണ് ഞാനിത് ഇടപെടുന്നത്. ചടങ്ങിൽ കെ രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ മുൻ ലോകസഭാ അംഗം ശ്രീ TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 23.1 ലക്ഷം രൂപ അനുവദിക്കുകയും ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ 46 അംഗനവാടികളും ഏറ്റവും നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഹൈടെക് അംഗനവാടികളാക്കി മാറ്റാൻ സാധിക്കും. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നമ്മുടെ പഞ്ചായത്തിനെ തേടിയെത്തി. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനവും രാഷ്ട്രീയത്തിന് അതീതമാകണം എന്ന് തന്നെയാണ് അഭിപ്രായം. രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോകട്ടെ, നാട്ടിലുള്ള ജനങ്ങൾക്ക് വികസനമാണ് താല്പര്യം. എന്തായാലും തുടർന്നും ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ഉപയോഗിച്ച് നാടിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സർക്കാരുകൾ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റ് മികച്ച പ്രാദേശിക ചാനലിന് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡ് NCTV ന്യൂസ് ചാനലിന് സമർപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കൾക്ക് 1 ലക്ഷം രൂപ വിവാഹ സമ്മാനം നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അവാർഡ് സമ്മാനിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, ജില്ലാ സെക്രട്ടറി VT ജോർജ് എന്നിവരിൽ നിന്ന് NCTVക്ക് വേണ്ടി മാർക്കറ്റിംഗ് ഹെഡും ന്യൂസ് പ്രസന്ററുമായ സെബി ജോർജ് തെക്കൂടൻ ഏറ്റുവാങ്ങി. പ്രാദേശികമായ വാർത്തകൾ കൃത്യതയോടും വേഗത്തിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് NCTVയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നന്ദിപുരം യൂണിറ്റ് സെക്രട്ടറിയുമായ സുമേഷ് നിവേദ്യം അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കൾക്ക് 1 ലക്ഷം രൂപ വിവാഹ സമ്മാനം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. നന്ദിപുരം സെന്ററിൽ നടന്ന ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള മരണാനന്തര ധനസഹായ വിതരണം വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ CI KN മനോജും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി VT ജോർജും ചേർന്ന് നിർവഹിച്ചു. ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ കുച്ചിപ്പുടിയിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ ജുവൽ ലിൻസന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PG രഞ്ജിമോൻ സമ്മാനദാനം നടത്തി. 2 അംഗങ്ങളുടെ മക്കൾക്ക് വിവാഹ ധനസഹായമായി ഓരോ 1 ലക്ഷം രൂപയും 2 അംഗങ്ങളുടെ കുടുംബത്തിന് മരണാനന്തര സഹായമായി 10 ലക്ഷം രൂപയുമാണ് നൽകിയത്. നന്ദിപുരം യൂണിറ്റ് സെക്രട്ടറി സുമേഷ് നിവേദ്യം, പുതുക്കാട് നിയോജക മണ്ഡലം ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് അൽഫോൺസ പൗലോസ്, നന്ദിപുരം യൂണിറ്റ് ട്രഷറർ സജിത ഗോപിനാഥ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് NG സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി സാബു ചേതലൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗാനമേളയും അരങ്ങേറി. മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നമ്മൾ നൽകുന്ന ധനസഹായം ഇന്നിവിടെ 2 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകുകയാണ് നമ്മൾ. ഇത് ഈ സംഘടനയുടെ കെട്ടുറപ്പ് കൊണ്ട് കഴിയുന്ന ഒരു കാര്യം. നന്ദിപുരം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ച പരിപാടി വളരെ നല്ലൊരു സംഭവമാണ്. അത് മാത്രമല്ല പോലീസും വ്യാപാരി വളരെ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ നടന്നു പോകുന്നത്. ഈ നന്ദിപുരം യൂണിറ്റാണ് ഈ ഭാഗത്തെ CCTV വിഷ്വൽസ് ക്യാമറയൊക്കെ വെച്ച് തന്നിട്ടുള്ളത്. ഈ ചടങ്ങിൻ്റെ ആരംഭത്തിൽ സുമേഷും അതുപോലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റും പറയുന്നൊരു വാക്ക് ഞാൻ കേട്ടു, നമ്മളോടൊപ്പം ആയിരിക്കുക എന്നുള്ളത്, ബി വിത്ത് അസ്. അത് നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ സന്താപങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും നമുക്കൊക്കെ ഇന്ന് സങ്കടവും അതോടൊപ്പം തന്നെ സന്തോഷവും നിറഞ്ഞ ദിവസമാണ്. നമ്മളിൽ നിന്ന് 2 പേര് വിട്ടുപോയി എന്നുള്ളതിൽ നമുക്ക് അവരെ മരിച്ചു എന്നുള്ളതിൽ നമുക്ക് സങ്കടവും, അതേസമയം തന്നെ അവരെയൊക്കെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ചേർത്ത് പിടിക്കാൻ, അവരുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അഭിമാനവുമുണ്ട്.
തൃശ്ശൂർ ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ഭരണഘട്ടം പിടിക്കുന്ന ശ്രേഷ്ഠരായ നേരിന്റെ 20 വർഷം NCTV ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു പ്രാദേശിക വാർത്താ ചാനൽ ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ ഈ വേദിയിൽ നിന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങേണ്ടത് ഞാനല്ല, ഞാനൊരു പകരക്കാരൻ മാത്രമാണ്. ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ മിസ്റ്റർ ജാക്സൺ ജോസ് ആണ് ഈ ഉപകാരം ഏറ്റുവാങ്ങേണ്ടത്. 2013 ശ്രീ KV അബ്ദുൽ ഹമീദും NR വിനോദ്കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ അതിന്റെ സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഈ യോഗത്തിൽ വന്നിരിക്കുമ്പോൾ ഈ മകരമാസത്തിലെ അല്പം മഞ്ഞുള്ളൊരു ദിവസം തന്നെയാണ് ഇന്നും. ഈ നമ്മൾ പഴയകാലത്ത് അമച്ചർ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ രംഗപടങ്ങൾ ഇങ്ങനെ മാറി മാറി വരും. അതിലൊരു മുടി ചൂടാ മന്നനുണ്ട്, രംഗപടം ആർട്ടിസ്റ്റ് സുജാത. സമ്മിശ്രമായ വികാരത്തിന്റെ സന്തോഷത്തിലാണ്. സമ്മിശ്രമായ വികാരത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൽ ദുഃഖമുണ്ട്, അതിൽ സന്തോഷമുണ്ട്. അതിൽ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മനോജ് സാറിനും അതുപോലെ ജോയ് മുത്തടൻ സാർ, സെബാസ്റ്റ്യൻ മഞ്ഞൾ സാർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച വരെയാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ പൊടിശല്യത്തിൽ വലയുകയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള വ്യാപാരികൾ. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പൊടിപടലം കച്ചവട സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. ദേശീയപാതയോരത്തെ സ്ഥാപനങ്ങൾ മുഴുവൻ പൊടി നിറഞ്ഞ അവസ്ഥയാണ്. പൊടി ശ്വസിച്ച് നിരന്തരം ശാരീരികാസ്വാസ്ഥ്യം അനുഭവിക്കുകയാണ് ഇവിടെയുള്ള വ്യാപാരികൾ. നൂറുകണക്കിന് വാഹനങ്ങൾ ഓടുന്ന തിരക്കേറിയ പാതയായതിനാൽ ഏതു സമയവും പൊടിയുടെ ശല്യമുണ്ട്. 4 മാസത്തോളമായി സർവീസ് റോഡിലെ ടാറിംഗ് പൊളിച്ചു നീക്കിയിട്ട് 15 ദിവസത്തിനകം റോഡ് നവീകരിച്ച് ടാറിംഗ് പൂർത്തിയാക്കുമെന്നായിരുന്നു തീരുമാനം. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മാത്രമേ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണത്തിനായി ഗതാഗതം നിയന്ത്രിക്കൂ എന്നും MLAയും തഹസിൽദാരും 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ സർവീസ് റോഡിലെ ടാറിംഗ് പൊളിച്ചു നീക്കിയതിന് പിന്നാലെ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണത്തിനായി ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുകയായിരുന്നു. ഞാനിവിടെ ഒരു വ്യാപാരം നടത്തുന്ന ആളാണ്, ബേക്കറി നടത്തണ. ഇവിടെ പൊടിശല്യം കാരണം എനിക്ക് കട തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ശ്വാസം മുട്ട്, ചുമ, വളരെ അസുഖങ്ങളാണ്. പിന്നെ ഈ റോഡ് പൊളിച്ചത് പെട്ടെന്ന് ടാറിയാന്ന് വേണ്ടി പൊളിച്ചതാ. ഇന്നവരെ 4 മാസം കഴിഞ്ഞു. റോഡ് ടാറിങ് കഴിഞ്ഞ് വണ്ടികൾ ഓടി തുടങ്ങിയ പാലമണി തുറന്നു പറഞ്ഞത്. അതിപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല. പാലമണി പകുതിയായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കച്ചവടം പോയി, പൊടിശല്യാണെങ്കിൽ അതിൽ അക്രമമാണ്. ഞാൻ തന്നെയല്ല, ഈ ഭാഗത്തേക്ക് എല്ലാവരും അവസ്ഥ തന്നെയാണ്. അതിന് പെട്ടെന്നൊരു പരിഹാരം വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾ പാലമണി തടയും. അവിടെ ഒരു വിട്ടുവച്ചില്ല കാര്യത്തിൽ. ഞങ്ങൾക്ക് ഇതിന് പരിഹാരം പെട്ടെന്നുണ്ടായില്ലെങ്കിൽ പണി തടയും. ഞാനിവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. നമുക്കിവിടെ സർവീസ് റോഡിൽ 4 മാസമായി ഇപ്പോൾ റോഡ് പൊളിച്ചിട്ടുണ്ട്. അതായത് റോഡ് പണിക്ക് മുൻപ് തന്നെ MLAയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം നടത്തിയിരുന്നു. അന്ന് തൊട്ട് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യങ്ങൾ പോലും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ സർവീസ് റോഡൊക്കെ പൊളിച്ച സമയത്ത് പറഞ്ഞത് അടുത്ത സെക്ഷൻ ടെമ്പററി ടാറിങ് കഴിഞ്ഞതിന് ശേഷം ഇതിലെ വണ്ടികൾ വിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ബാക്കി അവിടെ പണി തുടങ്ങണമെന്നൊക്കെ പറഞ്ഞത്. അതിൽ പൊളിച്ചിടൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതിന് മേത്തോട്ടത്തിൽ കുറെ കോറി വേസ്റ്റ് കൊണ്ടടിച്ചു. പണി മാത്രം നടന്നിട്ടില്ല. ഇപ്പോൾ വണ്ടികൾ ഇപ്പോൾ ഇതിലെ കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് വരും. അപ്പോൾ എത്ര വണ്ടികളും ലൈൻ ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ സർവീസ് റോഡ് കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു പൊടിക്ക് ഈ പൊടിശല്യത്തിൽ പരിഹാരമായിട്ട് വെള്ളം നനയ്ക്കാൻ വരെ പറഞ്ഞിട്ട്
ഇപ്പൊ ദിവസത്തില് ഒന്നുമില്ലെങ്കിൽ അത് രാവിലെ നനച്ചിട്ട് പോകും, പിന്നെ ഈ ഭാഗത്തേക്ക് വരില്ല. ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ പണികളൊക്കെ നിർത്തിവെപ്പിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ ജീവിക്കുന്നവരെ മനുഷ്യരായിട്ട് കാണാൻ വരെ അധികൃതർക്ക് ഒരു ഇല്ലാത്ത പോലെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. ഇതോടെ രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സമയങ്ങളിൽ നിർമ്മാണം പൂർത്തിയാകാത്ത മെറ്റൽ വിരിച്ച സർവീസ് റോഡിലൂടെയാണ് ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നു പോകുന്നത്. ഇതോടെ പുറകിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത വിധം സർവീസ് റോഡിലെ കാഴ്ച മറയും. ഈ പൊടി മുഴുവൻ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് അടിച്ചു കയറുന്നത്. പൊടി ശ്വസിച്ച് വ്യാപാരികളിൽ പലരും രോഗികളായി. എനിക്ക് പലചരക്ക് കടയാ, ഇതില് പൊടിയുടെ ശല്യം കാരണം ഞങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റുന്നില്ല. ഈ വഴി ഇങ്ങനെ കിടന്നിട്ട് ഞങ്ങൾക്ക് ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല. അവിടെ ആമ്പലൂര് സെന്ററിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ചാക്ക് ചൂന്നുകൊണ്ടിട്ട് ഗതികേട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അത് തന്നെ ശ്വാസം മുട്ടി ഇവിടെ നിൽക്കാൻ പറ്റില്ല. 2 ആഴ്ച ഞാൻ നീരുവീഴ്ചയും ഇതൊക്കെ ആയിട്ട് ചുമയും കറിയായിട്ട് കടയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്കും ഞങ്ങൾ രോഗികളായി തീരും. 1 കൊല്ലം കൂടി ഞങ്ങൾ രോഗികളായി തീരും. ഞങ്ങൾക്ക് കൂടേക്ക് വരാനും കൂടി പറ്റില്ലേ. അങ്ങനത്തെ അവസ്ഥയാണിത്. ഈ റോഡ് പണി ഒന്നാലും എത്രയും വേഗം പൂർത്തിയാക്കി തരിക. ഞാനിവിടെ പച്ചക്കറി കട നടത്തുന്ന ആളാണ്. ഇവിടെ ഞങ്ങൾക്ക് 3 നേരം നനയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ റോഡ് പണികൾക്ക് നടത്തിയത്. പക്ഷെ 3 നേരം വഴി ചിലപ്പോൾ 3 ദിവസത്തിലൊരു നനയ്ക്കലൂടെ കിട്ടണേ. പിന്നലെ 2 നേരം നനച്ചിട്ടുണ്ട്. ഇനി എന്നും ഇന്നും കാലത്ത് നനച്ചു പറ്റും, ഇനി എന്നും നനയ്ക്കാൻ പറ്റുന്ന പറയാൻ പറ്റില്ല. അപ്പൊ പണി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഉള്ള കച്ചവടക്കാര് ഞങ്ങളുടെ കടകൾ അടച്ചിട്ടിട്ട് ഞങ്ങൾ പണി തടയാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. കാരണം പലവട്ടം പല ആൾക്കാരെ വിളിച്ചിട്ടും പറഞ്ഞിട്ടും ആരും വരി അന്വേഷിക്കുക ഒന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു ക്രമക്കാരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കച്ചവടം കുറഞ്ഞതും സാധന സാമഗ്രികൾ നശിക്കുന്നതും ഇവർക്ക് തീരാ ദുരിതമായി. സർവീസ് റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കിയാലേ ഈ ദുരിതത്തിന് പരിഹാരമാകൂ. സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ ഏറെ ദൂരം തലയിൽ ചുമന്നു കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. ഇവിടെ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. പൊടി ശല്യം കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാണുന്നത്. സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ട് ഹൈവേ ബ്ലോക്ക് ചെയ്യുള്ളൂ എന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. റോഡ് പൊളിക്കുകയും ചെയ്തു, ഹൈവേ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ഓരോ വണ്ടി പോകുമ്പോഴും പൊടി ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കണമെന്ന് വിനോദമായിട്ട് അപേക്ഷിക്കണം. ഇവിടെ വരുമ്പോൾ വഴി അടച്ചിട്ട് കാരണം കൊണ്ട് ഞങ്ങൾ വണ്ടികൾ 1 കിലോമീറ്റർ അപ്പുറം കൊണ്ട് നിർത്തിയിട്ട് ചോന്ന് കൊടുക്കേണ്ട ഇതാണ്. അപ്പൊ ഇവിടെ കൊടുന്ന് പല പ്രാവശ്യം ഇവിടെ കടകളിലേക്ക് ചായങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ദൂരം കൊടുത്തിട്ട് കടകളിലേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് ഈ റോഡ് ഇങ്ങനെ ആവുകൊണ്ട് കുറെ കാലമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ അടിപ്പാത നിർമ്മാണവും സർവീസ് റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ സഞ്ചാരവും തടയുന്നതുൾപ്പെടെയുള്ള സമരത്തിനൊരുങ്ങുകയാണ് ഈ വ്യാപാരികൾ. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ രൂക്ഷമായ പൊടിശല്യത്തിൽ വലയുകയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള വ്യാപാരികൾ. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് സുരക്ഷാ കവചങ്ങൾ ഒരുക്കിയാണ് തങ്ങളുടെ സ്ഥാപനങ്ങളിലെ സാധന സാമഗ്രികളെയും സ്വന്തം ആരോഗ്യവും ഇവർ സംരക്ഷിക്കുന്നത്. സർവീസ് റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയാണ് ഈ വ്യാപാരികൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി കേസുകളിലെ പ്രതി അറസ്റ്റിൽ. കുപ്രസിദ്ധ ഗുണ്ട ഉണ്ടപ്പൻ എന്ന കൊടകര പഴംപിള്ളി ഇരിങ്ങപ്പള്ളി വീട്ടിൽ രമേശാണ് അറസ്റ്റിലായത്. ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, കൊടകര എന്നിവിടങ്ങളിൽ സഞ്ചരിച്ചതിനാണ് രമേശിനെ അറസ്റ്റ് ചെയ്തത്. 2009-ലും 2011-ലും കൊടകരയിൽ വധശ്രമ കേസുകളിലും 2009-ലും 2023-ലും കൊടകരയിൽ 2 അടിപിടി കേസിലും 2019-ൽ ചാലക്കുടിയിൽ 1 അടിപിടി കേസിലും 2022-ൽ പുതുക്കാട് പാലിയേക്കരയിൽ ടോൾ പ്ലാസയിൽ അക്രമം നടത്തിയ കേസുകളിലെയും പ്രതിയാണ് രമേശ്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിനു പൗലോസ്, ആഷ്ലിൻ, പോലീസ് ഉദ്യോഗസ്ഥരായ സഹദ്, ശ്രീജിത്ത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ആമ്പലൂരിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്തത് ശരിയായ രീതിയിൽ മൂടാത്തത് യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു. ആമ്പലൂർ പോളി ജംഗ്ഷന് സമീപം കല്ലൂർ റോഡിലേക്ക് തിരിയുന്നിടത്താണ് അപകടക്കെണിയുള്ളത്. പൈപ്പ് ലൈൻ ഇട്ട ശേഷവും റോഡിന്റെ വശത്ത് പല സ്ഥലങ്ങളിലും കൃത്യമായി മൂടിയിട്ടില്ലെന്ന് മാത്രമല്ല, മൂടിയ ഭാഗങ്ങളിൽ പോലും വലിയ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയാണ്. കുഴി കാണാതെ വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു.
വലിയ വാഹനങ്ങൾ അടക്കം അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും രാത്രികാലങ്ങളിൽ അപകട ഭീതി ഏറെയാണെന്നും പൊതുപ്രവർത്തകനായ ജോൺസൺ പുല്ലുത്തി പറഞ്ഞു. ഇവിടെ ഈ കാന കണ്ടോ, ഇത് ഏകദേശം 2 ആഴ്ചക്ക് മീതെയായിട്ടുണ്ട്. ഇത് PWDയുടെ റോഡാണെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാൻ വേണ്ടി പൊളിച്ചതാ. ആ പൊളിച്ചതിന് ശേഷം അവരൊന്നും ചെയ്യാതെ മാറിപ്പോയി. ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ആ മണ്ണിട്ടായിരുന്നു മുഴുവൻ ഒലിച്ചു പോയിട്ട് വലിയ രീതിയിലുള്ള കുഴി വന്നിരിക്കുക. ഈ കുഴിയിൽ വാഹനങ്ങൾ ഒന്ന് സ്ഥിരപ്പെടുകയും അതിന്റെ മുകളിൽ അപകടം ഉണ്ടാവുന്ന സ്ഥിരം പതിവാ. ഇത് അതോറിറ്റികളിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ ശ്രദ്ധപ്പെട്ടേ പറ്റൂ. അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. 3 ആഴ്ചയോളമായി ഈ വഴി ഇതുപോലെ തകർന്ന് തരിപ്പണമായി കിടക്കണേ. ഞങ്ങൾക്ക് വാഹനങ്ങളൊന്നും ഓടിക്കാൻ പറ്റണില്ല. അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ മുഴുവൻ ഇവിടെ വീഴാണ് എല്ലാ ദിവസവും ആൾക്കാർ. ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ കാണണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ഇതിലെപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന റോഡിലേക്ക് ഇതിനൊരു നടപടി ഉടൻ തന്നെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒരു ആഴ്ചകളോളായി ഇവിടെ ഇന്നലെ ലോറി മറയേണ്ടതാ. നാട്ടില് നൂറുകണക്കിന് വണ്ടികൾ ഇതുകൊണ്ട് ദിവസം പോണതാ. അതിന് യാത്രക്കാരും ബൈക്കുകാര് 2 ആൾ അവിടെ വീണു ഇന്നലെ. അല്ലെ ഇതൊക്കെ ചെയ്യുന്നതിൽ അക്രമല്ലേ. PW ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണ്ടേ. അപ്പൊ അതുകൊണ്ട് അപകടം കുറവാക്കുക. അപ്പൊ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അതിന് പ്രതിവിധി ഉണ്ടാക്കണം. കൂടാതെ ആമ്പല്ലൂരിൽ പൈപ്പിന് കുഴിയെടുത്തത് അശാസ്ത്രീയമായി മൂടിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയായി എന്നും പരാതി ഉയരുന്നുണ്ട്. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലാണ് കുടിവെള്ള പൈപ്പിടാനായി കുഴിയെടുത്തത്. എന്നാൽ അലക്ഷ്യമായാണ് കുഴി മൂടിയെന്നാണ് പരാതി. മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്കും വ്യാപാരികൾക്കും ഇത് ഒരേപോലെ തലവേദനയാവുകയാണ്. ഡിസംബർ 9 ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ആരംഭിച്ചത്. അലക്ഷ്യമായി കുഴികൾ മൂടിയതോടെ ഇതുവഴി നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഭാഗം വരെ വെറുതെ മണ്ണിട്ട് മൂടുകയായിരുന്നു. വലിയ കല്ലുകളും മെറ്റൽ അവശിഷ്ടങ്ങളും നികത്തിയാണ് പണികൾ അവസാനിപ്പിച്ചത്. വിവിധ ഇനം ടൈലുകൾ, സാനിറ്ററി വെയേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ടൈൽ മാസ്റ്റർ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ദേശീയപാതയിൽ ആരംഭിച്ച ടൈൽ മാസ്റ്ററിന്റെ പുതിയ ഷോറൂം ചലച്ചിത്ര താരം അന്ന രേഷ്മ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സേതു മാധവൻ, പറപ്പൂക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി രമേശ്, P രാജീവ് എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. സ്ഥാപന ഉടമ PV കുര്യാച്ചൻ, ടൈൽ മാസ്റ്റർ കൊടകര ഷോറൂം മാനേജർ KS സുശാന്ത് എന്നിവർ സന്നിഹിതരായി. ആക്ച്വലി എനിക്ക് തീരെ വയ്യ, പനിയൊക്കെയാണ്. എന്നാലും നിങ്ങളുടെ വിളിച്ചത് നിങ്ങളുടെ ഇഷ്ടവും സ്നേഹം കൂടി ഞാൻ എന്തായാലും ഇവിടെ എത്തി. അപ്പോ ഇവരൊന്നും എല്ലാരും ഭയങ്കര സൈലന്റ് ആണല്ലോ. ഞാൻ എവിടെ പോയാലും ഭയങ്കര ഓളാ. നിങ്ങൾക്ക് ഓളുണ്ടാക്കാൻ പറ്റോ? അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോ അടുത്ത പരിപാടിയിലേക്ക് എന്തായാലും കിടക്കാം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവരും ഇവിടെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ടൈൽ മാസ്റ്റർ ദ ടൈൽ ഷോപ്പിംഗ് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈൽസിൻ്റെ ഒരു ഷോറൂമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 28 രൂപ മുതൽ നമ്മളിവിടെ ടൈൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരു നവീകരിച്ച പുതിയ സ്ഥാപനം കൂടി തുറന്ന് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ ഇവിടെ എല്ലാ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ വളരെ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവിധ സഹായവും സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന തരത്തിൽ ഇവിടെ ഒരു സ്ഥാപനം ടൈൽ മാസ്റ്റർ എന്ന സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നോക്കുന്ന സമയത്താണ് ടൈലിൻ്റെ ഒരു വരവ്. ടൈലിൻ്റെ ഒരു വരവോട് കൂടിയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ 400 സ്ക്വയർ ഫീറ്റുള്ള വീട് വരെ വളരെ നീറ്റായി ടൈലൊക്കെ ഇട്ട് അതിസുന്ദരമായിട്ടുള്ള വീടുകളായിട്ട് നമുക്ക് കാണാം. നമ്മൾ പോകുമ്പോൾ ഇത്രയും വലിയൊരു സ്ഥാപനം കാണുമ്പോൾ എല്ലാവരും ധരിക്കും അവിടെ വില കൂടിയ ടൈലുകളാണ് കിട്ടുക. അപ്പോൾ ചെറിയ കടകളിലേക്ക് അതേമാതിരി മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത ഇവിടെ ജീവനക്കാർക്കും കാണാനായിട്ട് സാധിച്ചു. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും തിരഞ്ഞെടുത്ത 3 ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സർപ്രൈസ് ഗിഫ്റ്റുകൾ അന്ന രേഷ്മ രാജൻ സമ്മാനിച്ചു.
കൂടാതെ ഉദ്ഘാടന ഓഫറായി ഏപ്രിൽ 24 വരെ ടൈൽ മാസ്റ്ററിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ, LED TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഏറ്റവും പുതിയ ഡിസൈനിലും ക്വാളിറ്റിയിലും ടൈലുകൾ, സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം. സന്ദർശിക്കുക ടൈൽ മാസ്റ്റർ, ഉളുമ്പത്തുകുന്ന്, കൊടകര. ഫോൺ 7034886686. പുതുക്കാട് പോലീസും നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ചേർന്ന് നന്ദിക്കര സ്കൂൾ ജംഗ്ഷനിൽ ട്രാഫിക് ബോധവൽക്കരണം നടത്തി. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയും ഹെൽമറ്റ് ധരിക്കാതെയും വന്ന വാഹനങ്ങൾക്ക് പോലീസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകി. പുതുക്കാട് പോലീസ് SHO വി സജീഷ് കുമാർ, CPOമാരായ സുജിത് കുമാർ, അജി, അധ്യാപകൻ ഷിഹാബുദ്ദീൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. കേരള പോലീസ് നടപ്പാക്കുന്ന ശുഭയാത്രയുടെ ഭാഗമായി ഈ വർഷം ട്രാഫിക് സേഫ്റ്റി മന്തായിട്ട് ആചരിക്കും. അതിന്റെ ഭാഗമായി പുതുക്കാട് പോലീസും തൃശൂർ റൂറൽ ജില്ലയിലെ പുതുക്കാട് പോലീസും തൃശൂർ നന്ദിക്കര ഗവൺമെന്റ് SSലെ SPC സ്റ്റുഡൻസും ചേർന്ന് ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയാണിത്. നമ്മുടെ ഹൈവേ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടത്തുന്ന ഭാഗമാണ് നന്ദിക്കര U-ടേൺ. അപ്പോൾ U-ടേണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏത് രീതിയിൽ വാഹനം ഓടിക്കണം തുടങ്ങിയ ബോധവൽക്കരണം SPC സ്റ്റുഡൻസിനെ ഉപയോഗിച്ച് പുതുക്കാട് പോലീസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കർഷക സംഗമവും പഠന ക്ലാസും ഇഞ്ചക്കുണ്ടിൽ സംഘടിപ്പിച്ചു. സലീം ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. രാമചന്ദ്രൻ ഏറക്കൽ അധ്യക്ഷത വഹിച്ചു. MC നിഷ, TD സഹജൻ, ഷീല രാജൻ, PM ശശിധരൻ, CS ഷാജി എന്നിവർ പ്രസംഗിച്ചു. 2023-24 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിധാനിച്ചതിന് ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ 5 ഗ്രാമപഞ്ചായത്തിൽ ഒന്നായി പറപ്പൂക്കരയും. റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി K രാജനിൽ നിന്നും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, AE KD അശ്വതി, ഓവർസിയർ രമ്യ ബസന്ത് എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ MT ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. വിനോദ് കൊടകര, EK രാജലക്ഷ്മി, MK ജോർജ്, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, സരസ്വതി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. PSC പഠന കൂട്ടായ്മയിൽ നിന്ന് സർക്കാർ സർവീസിൽ പ്രവേശിച്ച S ഹരികൃഷ്ണൻ, വീണ ബിജു, സ്കൂൾ കലോത്സവം ചിത്രരചനയിൽ A ഗ്രേഡ് നേടിയ PR മിത്രവിന്ദ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് കലാസാഹിത്യ കൂട്ടായ്മ അംഗങ്ങൾ P ജയചന്ദ്രന്റെ ഗാനങ്ങളുടെ അവതരണം നടത്തി. ഗ്രന്ഥശാല സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ തിരുനാൾ കൊടികയറ്റവും സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, ഫാദർ ബിജോയ് പൊൻപറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. ട്രസ്റ്റിമാരായ ഷാജു മൂലൻ, അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ജോഷി പാണാട്ടുപറമ്പിൽ, ജോമോൻ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ സന്നിഹിതരായി. ജോബി മുള്ളങ്കര, സിജു പയ്യപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ വികാരി ഫാദർ പോൾ തേക്കാനത്ത് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ഫെബ്രുവരി 1-2 തീയതികളിൽ അമ്പെഴുന്നള്ളിപ്പ്, പ്രദക്ഷിണം, വർണ്ണക്കാഴ്ചകൾ എന്നിവ ഉണ്ടായിരിക്കും. ജനുവരി 31 വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണിക്കും വൈകിട്ട് 5 മണിക്കും നവനാൾ കുർബാനകൾ ഉണ്ടായിരിക്കും. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 6:30 വിശുദ്ധ കുർബാന, രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ കാർമ്മികനാകും. ഫാദർ കനേഡിയൻ തണ്ടാശ്ശേരി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 പാലക്കപ്പറമ്പ് കപ്പേളയിൽ വിശുദ്ധ കുർബാന, തുടർന്ന് കപ്പേളയിൽ നിന്ന്
പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7-ന് പ്രദക്ഷിണ സമാപനം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയും നടക്കും. ചെങ്ങലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ പുന്നശ്ശേരി കാർമ്മികനാകും. ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം, 7-ന് പ്രദക്ഷിണ സമാപനം എന്നിവയും ഉണ്ടാകും. വരന്തരപ്പള്ളി വിമല ഹൃദയ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 6-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിൻഡോ കല്ലൂക്കാരനും രാവിലെ 7:15 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സിൻഡോ തോട്ടിയാനും കാർമ്മികരാകും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസ് കേളമ്പറമ്പിൽ സന്ദേശം നൽകും. വൈകുന്നേരം 4-ന് ഫാദർ സെൽജോ വെളിയന്നൂക്കാരൻ കാർമ്മികനായ ദിവ്യബലി, 4:45-ന് തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, വൈകിട്ട് 7:15-ന് ഫാൻസി വെടിക്കെട്ട് എന്നിവയാണ് ചടങ്ങുകൾ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് ഒരുക്കമായി. വിളംബര റാലി സംഘടിപ്പിച്ചു. ഞായറാഴ്ച ഉയർത്തുന്ന തിരുനാൾ പതാക അലങ്കരിച്ച് പാരമ്പര്യവാദ്യമായ നഗാരത്തിന്റെ അകമ്പടിയോടുകൂടി 44 കുടുംബ കൂട്ടായ്മകളിലൂടെ ബൈക്ക് റാലി ഉൾപ്പെടെയാണ് വിളംബര റാലി. കൂട്ടായ്മകളിൽ നിന്ന് സമാഹരിക്കുന്ന തുക ഇടവകയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാരുണ്യ ഭവന നിർമ്മാണത്തിനായി ഉപയോഗിക്കും. വികാരി ഫാദർ ജെയ്സൺ കൂപ്പളാക്കൽ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, കൺവീനർ PC ജോസ്, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുപ്ലിയം അസംഷൻ പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, 10-ന് തിരുനാൾ ദിവ്യബലി, സന്ദേശം, ഉച്ചതിരിഞ്ഞ് 3:30-ന് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7-ന് പ്രദക്ഷിണം സമാപനം, തിരുശേഷിപ്പിന്റെ ആശീർവാദം എന്നിവയാണ് ചടങ്ങുകൾ. മുരിയാട് ദേശം ഗ്രാമസംഗമം ഞായറാഴ്ച രാവിലെ 10-ന് പൂവശ്ശേരിക്കാവ് ഹൈന്ദവ സമാജം ഹാളിൽ സംഘടിപ്പിക്കും. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് അധ്യക്ഷത വഹിക്കും. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PC ബിജുകുമാർ, ഇരിഞ്ഞാലക്കുട വനിതാ സ്റ്റേഷൻ SI EU സൗമ്യ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് UP സ്കൂളിലെ വാർഷികം ജനുവരി 28-ന് വൈകിട്ട് 5-ന് ആഘോഷിക്കും. പുതുക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കുടിയൻ ഉദ്ഘാടനം ചെയ്യും. സിസ്റ്റർ ഷീല അധ്യക്ഷത വഹിക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കണമെന്ന ലക്ഷ്യവുമായി SKSSF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച റിപ്പബ്ലിക് ദിനത്തിൽ വരന്തരപ്പള്ളിയിൽ മനുഷ്യ ജാലിക സംഘടിപ്പിക്കും. SKSBV സംസ്ഥാന കൺവീനർ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് പതാക ഉയർത്തും. വൈകിട്ട് 4-ന് വരന്തരപ്പള്ളി റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ച് ദേശീയോദ്ഗ്രഥന റാലി പൗണ്ട് സെന്ററിൽ സമാപിക്കും. റാലി സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് ഫ്ലാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന മനുഷ്യ ജാലിക നിയമസഭാ പ്രതിപക്ഷ നേതാവ് PD സതീശൻ ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. SKSSF ജില്ലാ പ്രസിഡന്റ് CM ഷെരീഫ് ദാരിമി അധ്യക്ഷത വഹിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. യുവ മതപണ്ഡിതൻ സ്വാലിഹ് അൻവരി ചേകന്നൂർ പ്രമേയ പ്രഭാഷണം നടത്തും. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് KK രാമചന്ദ്രൻ MLA നിർവഹിക്കും. അയനം സാംസ്കാരിക വേദി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച അഴീക്കോട് അനുസ്മരണം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അയനം ചെയർമാൻ വിജേഷ് എടക്കുന്നി ആമുഖ പ്രഭാഷണം നടത്തി. KR സുമേഷ്, K കരുണ, സ്വപ്ന C കോമ്പാത്ത്, മെറിൻ ബേബി, ഫാദർ ആൻഡോ വട്ടോലി, K ജയകുമാർ, പ്രിൻസിപ്പാൾ ഡോക്ടർ KN ജോയ്, MR മൗനീഷ് എന്നിവർ പ്രസംഗിച്ചു. വയനാടിന് ഒരു വീടൊരുക്കാം എന്ന പദ്ധതിയുടെ ഭാഗമായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് NSS യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന വീടിനായി അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സമാഹരിച്ച 4 ലക്ഷം രൂപ മന്ത്രി ഡോക്ടർ R ബിന്ദു ഏറ്റുവാങ്ങി. കാലാവസ്ഥ.
കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിലെ യുണീക്ക് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് പ്രവർത്തനങ്ങൾക്കായി 3 മാസത്തേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്ക് നിയമനം നടത്തും. +2ഉം DCA സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. ഇംഗ്ലീഷ്, മലയാളം ടൈപ്പ് റൈറ്റിംഗിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. 40 വയസ്സ് കവിയാത്ത ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം ജനുവരി 28 വൈകിട്ട് 5 മുമ്പായി ജില്ലാ കോർഡിനേറ്റർ, വയോമിത്രം ഓഫീസ്, പൂത്തോൾ PO, തൃശൂർ 685584 എന്ന വിലാസത്തിലോ dckssmtcr@gmail എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അയക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8943354045. എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തും. കൊമേഴ്സിൽ ബിരുദം, CA ഇന്റർമീഡിയറ്റ് അഥവാ CMA ഇന്റർമീഡിയറ്റ് എന്നിവയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 30,000 രൂപയാണ് ശമ്പളം. 1841 പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി 31 മുമ്പായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7555 രൂപ, പവന് 60,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലോരിൽ സ്വകാര്യ ബസ്സിടിച്ച് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികന്റെ ദേഹത്തുകൂടി ടാങ്കർ ലോറി കയറിയിറങ്ങി. യുവാവിന് ദാരുണാന്ത്യം. മറ്റത്തൂർ പഞ്ചായത്തിലെ താളുപ്പാടത്ത് നിർമ്മിച്ച ശ്രീദേവി സ്മാർട്ട് അങ്കണവാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റ് മികച്ച പ്രാദേശിക ചാനലിന് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡ് NCTV ന്യൂസ് ചാനലിന് സമർപ്പിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഞായറാഴ്ച സാധാരണയേക്കാൾ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. ദേശീയപാത അമ്പലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ പൊടിശല്യത്തിൽ വലയുകയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള വ്യാപാരികൾ. ദേശീയപാതയോരത്തെ സ്ഥാപനങ്ങൾ മുഴുവൻ പൊടി നിറഞ്ഞ അവസ്ഥ. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി കേസുകളിലെ പ്രതി അറസ്റ്റിൽ. കൊടകര പഴമ്പിള്ളി ഇരിങ്ങപ്പിള്ളി വീട്ടിൽ രമേശാണ് അറസ്റ്റിലായത്. ആമ്പല്ലൂരിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്തത് ശരിയായ രീതിയിൽ മൂടാത്തത് യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു. അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.